നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയിച്ച ഓരോ വ്യക്തിക്കും വേദനാജനകമായ ഒരു കഥയുണ്ട്. ഓരോ വേദനാജനകമായ കഥയ്ക്കും വിജയകരമായ ഒരു അന്ത്യവുമുണ്ട്. അത്തരത്തിൽ ജീവിച്ച് കടന്നുപോയ സരോജാദേവി എന്ന പ്രശസ്ത നടിയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവും ജീവിതവുമാകട്ടെ ഈ എപ്പിസോഡ്. 2025 ജൂലൈ 14 നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു സൗത്ത് ഇന്ത്യൻ നടിയുണ്ട്. അവരുടെ പേരാണ് സരോജാദേവി. അവർ ഒരു മലയാള സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. എന്നാൽ പഴയ തലമുറയിലുള്ള മലയാളികൾക്കെല്ലാം അവരെ സുപരിചിതമാണ്. കാരണം അവർ ഒരേ സമയത്ത് തന്നെ MGRന്റെയും ശിവാജി ഗണേശന്റെയും ജമിനി ഗണേശന്റെയും നായികയായിരുന്നു. ഒരേ സമയത്ത് തന്നെ 3 സൂപ്പർ സ്റ്റാറുകളുടെ ഏക നായിക. ഇവരുടെ ചിത്രങ്ങളെല്ലാം കേരളത്തിലും റിലീസ് ചെയ്ത് വൻ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. സരോജാദേവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ താണ്ടി കടന്നു വന്ന ജീവിതം. ആ കഷ്ടപ്പാടുകളെ കുറിച്ച് സരോജാദേവി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് 3 പെൺകുട്ടികൾ ജനിച്ച ശേഷം 4ാമത് ഒരു ആൺകുട്ടിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് തന്റെ ജനനം. അന്നത്തെ ദാരിദ്ര്യ അവസ്ഥ കൊണ്ടും അതോടൊപ്പം വീണ്ടും ജനിച്ചത് ഒരു പെൺകുട്ടിയായതുകൊണ്ടും തന്റെ അപ്പൂപ്പൻ പറഞ്ഞു, ഈ കുട്ടിയെ നമുക്ക് വേണ്ട, ഇതിനെ ആർക്കെങ്കിലും വളർത്താൻ കൊടുക്കാമെന്ന്. എന്നാൽ അമ്മ ആ തീരുമാനത്തെ എതിർത്തു. ഞാൻ എങ്ങനെയെങ്കിലും ഈ 3 കുട്ടികളുടെ കൂട്ടത്തിൽ ഇതിനെ കൂടി വളർത്തിക്കൊള്ളാം എന്ന് അമ്മ പറഞ്ഞു. താൻ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആ മാതൃഹൃദയത്തിനായില്ല. ആ കുഞ്ഞ് വളർന്നു വന്നാണ് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലെ സിനിമയിലൂടെ അതിപ്രശസ്ത രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ച സിനിമാ വ്യക്തിത്വം. അവർ മരണമടയുമ്പോൾ 1000 കോടിയിലധികം ആസ്തിയും അവർക്കുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ അവരെ അറിയപ്പെട്ടിരുന്നത് അഭിനയ സരസ്വതി എന്നായിരുന്നു. അതോടൊപ്പം കർണാടകയിൽ അവരെ അറിയപ്പെട്ടിരുന്നത് കന്നഡ പൈങ്കിളി എന്നുമായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു സിനിമയിലേക്കുള്ള ആദ്യ കടന്നുവരവ്. പിന്നീട് മഹാകവി കാളിദാസ എന്ന കന്നഡ ചിത്രത്തിൽ ഒരു വേഷം ചെയ്ത് പ്രശസ്തി നേടുകയും ചെയ്തു. അക്കാലത്ത് MGR നാടോടി മന്നൻ എന്ന ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യുവാനും നിർമ്മിക്കുവാനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചിത്രത്തിൽ MGR ഡബിൾ റോളാണ് ചെയ്യുന്നത്. അന്നത്തെ പ്രശസ്ത നടി ഭാനുമതി അതിൽ ഒരു MGRന്റെ നായികയാവുകയും മറ്റൊരു MGRന്റെ ജോഡിയായി സെലക്ട് ചെയ്തത് സരോജാദേവിയെയുമായിരുന്നു. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാടോടി മന്നന്റെ 1ാം പകുതി ബ്ലാക്ക് ആൻഡ് വൈറ്റിലും 2ാം പകുതി കളറിലുമാണ് ഷൂട്ട് ചെയ്തത്. 2ാം പകുതിയിലാണ് സരോജാദേവിയുടെ കടന്നുവരവ്. നാടോടി മന്നൻ എന്ന സിനിമ എടുക്കുമ്പോൾ MGR പറയുമായിരുന്നു, തന്റെ സകല സമ്പാദ്യവും ഉപയോഗിച്ച് വമ്പൻ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമയാണെന്നും ഇത് പരാജയപ്പെട്ടാൽ താനൊരു നാടോടിയാകുമെന്നും ഇത് വിജയിച്ചാൽ താനൊരു മന്നനാകുമെന്നും MGR അന്ന് പറഞ്ഞിരുന്നു. നാടോടി മന്നൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ചരിത്ര വിജയമാണ് സൃഷ്ടിച്ചത്. എന്റെ കുഞ്ഞിനാളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആലപ്പുഴ ശ്രീകൃഷ്ണ തിയേറ്ററിൽ നാടോടി മന്നൻ റിലീസ് ചെയ്തപ്പോൾ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം കാരണം തിയേറ്ററിന്റെ മതില് പൊളിഞ്ഞു വീണെന്ന്. അതിനുശേഷം നാടോടി മന്നൻ എന്ന സിനിമയ്ക്ക് ആലപ്പുഴക്കാർ ഇട്ട പേരാണ് മതില് പൊളിപ്പൻ സിനിമയെന്ന്. നാടോടി മന്നന്റെ അത്യുജ്വല വിജയം സരോജാദേവി എന്ന പുതുമുഖ നടിയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവിന് തുടക്കം കുറിച്ചു. നാടോടി മന്നൻ എന്ന സിനിമ വർഷങ്ങളോളമാണ് തമിഴ്നാട്ടിൽ ഓടിയത്. ആ ചിത്രം അന്നത്തെ തമിഴ്നാട്ടിലെ സിനിമാ പ്രേമികൾ 40ഉം 50ഉം പ്രാവശ്യം ആവർത്തിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നൊരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. സരോജാദേവിക്ക് വൈജയന്തിമാലയുടെ മുഖഛായ ഉണ്ടെന്നും അവർ ചിരിക്കുന്നതും കരയുന്നതിനുമൊക്കെ സ്വാഭാവികതയോടെയാണെന്നും പലരും അഭിപ്രായപ്പെട്ടു. ചില സിനിമാ നിരൂപകർ പറയുന്നത് നാടോടി മന്നൻ എന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ കളറിൽ അവർ പ്രത്യക്ഷപ്പെട്ടതാണ് അവരുടെയും സിനിമയുടെയും വിജയത്തിന് കാരണമായത്. ഹിന്ദി സിനിമയിൽ വൈജയന്തിമാല ശോഭിച്ചിരുന്ന കാലത്ത് പാവങ്ങളുടെ വൈജയന്തിമാല എന്ന് സരോജാദേവിയെ ചിലർ പറയുമായിരുന്നു. MGRനോടൊപ്പം 26ഓളം ചിത്രങ്ങളിൽ അവർ നായികനായകന്മാരായി അഭിനയിച്ചു. അൻപേവ, എങ്ക വീട്ടു പിള്ളൈ, പടകോട്ടി, അങ്ങനെ എത്ര സിനിമകൾ. അന്നൊക്കെ MGR ശിവാജി ചിത്രങ്ങളെല്ലാം തന്നെ കേരളത്തിലും റിലീസ് ചെയ്യുമായിരുന്നു. അതെല്ലാം വമ്പൻ കളക്ഷനും നേടുമായിരുന്നു. MGRന്റെ പടകോട്ടി എന്ന ചിത്രത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും ചിത്രീകരിച്ചിരുന്നത് ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലായിരുന്നു. എന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. 10,000കണക്കിന് ജനങ്ങൾ അവിടെ MGRനെ കാണുവാനായിട്ട് തടിച്ചുകൂടിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേ കാലയളവിൽ തന്നെ ശിവാജി ഗണേശന്റെ പുതിയ പറവ എന്ന ചിത്രത്തിലും ഇവർ നായികയായിരുന്നു.
MGRന്റെ പടകോട്ടിയും ശിവാജി ഗണേശന്റെ പുതിയ പറവയും ഒരേ ദിവസമായിരുന്നു റിലീസ്. രണ്ടിലെയും നായിക ഒരാൾ തന്നെ, സരോജാദേവി. അതേപോലെ തന്നെ AVM പ്രൊഡക്ഷൻസിന്റെ അൻപേ വാ എന്ന ചിത്രത്തിൽ MGRന്റെ നായികയായി സരോജാദേവി മിന്നിത്തിളങ്ങി. അൻപേ വാ എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ AVM സ്റ്റുഡിയോയിൽ കണ്ടു കഴിഞ്ഞ് MGR പറഞ്ഞു, പടത്തിൽ ചില കുറവുകളുണ്ട്, അത് പരിഹരിക്കാനായി ഇടയിൽ ഒരു പാട്ട് കൂടി ചേർക്കണം. AVM ചെട്ടിയാർ ആകെ പരിഭ്രമിച്ചു. വമ്പൻ ബഡ്ജറ്റിൽ സിംലയിലും മറ്റും പോയി ചിത്രീകരിച്ച സിനിമ പൂർത്തിയായി കോപ്പിയായി കഴിഞ്ഞപ്പോൾ MGR പറയുന്നു, വീണ്ടും ഒരു പാട്ട് കൂടി ചേർക്കണമെന്ന്. MGRനോട് തിരിച്ചാരും ഒന്നും പറയാറില്ല, പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അങ്ങനെ നിർമ്മാതാക്കൾ പാട്ട് ചിത്രീകരിക്കാനായി തീരുമാനിക്കുന്നു. 3 ദിവസം കൊണ്ട് ഒരു പാട്ടുണ്ടാക്കി അത് MGR സരോജാദേവിയെ വെച്ച് ചിത്രീകരിച്ച് സിനിമയിൽ ചേർക്കുന്നു. ആ ഗാനമാണ് രാജാവിൻ പാർവൈ റാണിൻ പക്കം കൺ തേടുതേ സ്വർഗം കൈമൂടുതേ വെക്കം പൊന്മാലൈ മയക്കം പൊന്മാലൈ മയക്കം എന്നുള്ള ഗാനം. MGR സരോജാദേവി ചേർന്ന് പാടി അഭിനയിച്ച ഈ ഗാനം ഇന്നും തമിഴ്നാട്ടിൽ എവർഗ്രീൻ ആണ്. അതുപോലെ തന്നെ ശിവാജി ഗണേശന്റെ കൂടെ അഭിനയിച്ച പാലും പഴവും, പാർത്താൽ പശി തീരും, ആലയമണി എന്നീ സിനിമകളിലെ അഭിനയം അവർക്ക് തമിഴ്നാട്ടിൽ അഭിനയ സരസ്വതി എന്ന പേര് നേടിക്കൊടുത്തു. അഭിനയ കുലപതിയായ ശിവാജി ഗണേശനോടൊപ്പം സരോജാദേവി ഇരുവർ ഉള്ളം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ ചിത്രം റിലീസ് കഴിഞ്ഞപ്പോൾ ശിവാജി ഗണേശൻ സരോജാദേവിയോട് പറഞ്ഞു, നീ എന്നെ അതിൽ കടത്തിവിട്ടിരിക്കുകയാണല്ലോ എന്ന്. എന്നാൽ അതിനൊരു പിന്നാമ്പുറ കഥയുണ്ട്. ആ ചിത്രത്തിലെ നായികയായ സരോജാദേവിയുടെ അഭിനയം മുന്നിട്ട് നിന്നാലേ സിനിമ വിജയിക്കൂ എന്ന് സംവിധായകന് തോന്നിയപ്പോൾ അദ്ദേഹം ശിവാജി ഗണേശനോട് ഒരു റിക്വസ്റ്റ് നടത്തി. ശിവാജിയുടെ അഭിനയത്തിന്റെ മീറ്റർ അല്പം താഴ്ന്നു നിന്നാലേ നായികയ്ക്ക് വിജയിക്കാനാകൂ, അതിനുവേണ്ടി ഒന്ന് സഹായിക്കണമെന്ന് ശിവാജിയോട് ആവശ്യപ്പെട്ടപ്പോൾ ശിവാജി ഗണേശൻ അത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. സരോജാദേവി നിരവധി ചിത്രങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളിൽ മിന്നിത്തിളങ്ങിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവർ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിട്ടില്ല. വിവാദങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ പേരുദോഷങ്ങളോ ഒന്നും അവരുടെ മേൽ ചാർത്തപ്പെട്ടിട്ടില്ല. MGRന്റെ കൂടെ അഭിനയിക്കുമ്പോൾ വലിയൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും. ശിവാജിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ നടന ദൈവത്തെ കാണാം. ജെമിനി ഗണേശനാണ് പണം സൂക്ഷിക്കേണ്ട രീതികളെ കുറിച്ച് തന്നെ പഠിപ്പിച്ചത്. ഇതൊരിക്കൽ അവർ വെളിപ്പെടുത്തിയ വാക്കുകളാണ്. ഹിന്ദിയിൽ ദിലീപ് കുമാർ, രാജേന്ദ്ര കുമാർ, സുനിൽ ദത്ത് തുടങ്ങിയവരുടെ കൂടെയും ഇവർ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അവരുടെ വിവാഹം. ഹർഷൻ എന്നു പേരുള്ള ഒരു എഞ്ചിനീയറെയായിരുന്നു അവർ വിവാഹം കഴിച്ചത്. എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് ആവോളം ദൈവം നൽകിയിരുന്നു. എന്നാൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. അവർ അവരുടെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളെയാണ് സ്വന്തം കുട്ടികളെ പോലെ വളർത്തിയിരുന്നത്. ഇതിനിടയിൽ MGRന് വെടിയേൽക്കുന്നു. സരോജാദേവി 2ാം നിരയിലുള്ള നടന്മാരോടൊപ്പം അഭിനയിക്കുന്നു. അത് MGRന്റെ അപ്രീതിക്ക് വഴിതെളിച്ചു. അവിടെയാണ് MGRന്റെ നായികയായി ജയലളിത കടന്നു വരുന്നത്. 1986 അവരുടെ ഭർത്താവ് ഹർഷൻ മരണപ്പെടുന്നു. അതിനുശേഷം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മരണശേഷം അവർ 2 കണ്ണുകളും ദാനം ചെയ്തിരുന്നത്. ഒരു സിനിമാ നടികളും ഇത്തരമൊരു പുണ്യപ്രവൃത്തി ചെയ്തതായിട്ട് എനിക്കറിയില്ല. പൂജ കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അവരുടെ മരണം. അങ്ങനെ ആ മഹാപ്രതിഭ 87ാമത്തെ വയസ്സിൽ യാത്രയായി. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. സ്വന്തം കഴിവിലും ശക്തിയിലും വിശ്വസിച്ച് മുന്നേറുക, അത് തന്നെയാണ് വിജയത്തിന്റെ താക്കോൽ. ദരിദ്രരെയും ദുർബലരെയും സേവിക്കുന്നത് ഈശ്വര സേവയ്ക്ക് തുല്യം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.